ഏത് അവാർഡുകളും അതിപ്പം സിനിമയിലായാലും ഇപ്പൊ ഫാൽക്കെ അവാർഡ് ആണെങ്കിലും ബാലൻഡിയോർ ആണെങ്കിലും ഒക്കെ തന്നെ പല അഭിപ്രായങ്ങളും വരും. നമ്മളിപ്പോൾ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അത് ഒന്നുകിൽ സബ്ജക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അവാർഡായിരിക്കും. എന്നാലും നമുക്ക് അതിലൊരു എതിരഭിപ്രായം ഉണ്ടാവാം. ഇപ്പൊ തന്നെ ബാലൻഡിയോറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഏത് വർഷവും ഉണ്ടാകുന്ന പോലെ തന്നെ ഇപ്പം ഡംബലേക്ക് ആയിരുന്നില്ല വേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഒരു അതർ പ്ലെയർ, ഒരു എക്സ് ഡിസേർവ്ഡ് ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ഇങ്ങനെ അവാർഡിന് ശേഷം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഈ ബാലൻഡിയോറിനകത്ത് പ്രത്യേകിച്ചും ദിലീപിന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയം, കാരണം ഇതൊരു സബ്ജക്റ്റീവ് അവാർഡാണ്. ഏത് അവാർഡുകൾക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡാറ്റാ ബേസ്ഡ് അല്ല ഒരു അവാർഡും. ഡംബൽ എന്തിനും അതിന് അർഹനുമാണ്. 37 ഗോളുകളുള്ള കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെല്ലുന്നൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ പോലും പല സ്ഥലത്തുനിന്നും പല ഫുട്ബോൾ റിവ്യൂസും അതിന്റെ എക്സ്പേർട്സും ഒക്കെ തന്നെ അങ്ങനെ ആയിരുന്നില്ല അത് വിലയിരുത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട്. ദിലീപിന് എന്താ തോന്നുന്നു, ഇതൊരു സബ്ജക്റ്റീവ് അവാർഡാണ് എന്ന് വെച്ചുകൊണ്ട് തന്നെ ഡംബലയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹം അതിന് എത്രമാത്രം യോഗ്യനായിരുന്നു, അതിനേക്കാളും മികച്ച കളിക്കാരൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ എന്നെങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുക? രണ്ട് വശമുണ്ട്. ഒന്ന് ഡെംബലെ യോഗ്യനായിരുന്നു എന്ന് പറയും ഞാൻ. പക്ഷെ അതിലും അർഹിച്ചിരുന്ന ആൾക്കാരുണ്ടെന്നും എന്റെ അഭിപ്രായം അതാണ്. പക്ഷെ ഇതില് ഈ കൊല്ലം വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 സീസൺ എടുത്തു കഴിഞ്ഞാൽ 2022 ഇത് ആനുവൽ അവാർഡിൽ മാറ്റി സീസൺ ബേസിലാക്കിയത്, സെപ്റ്റംബർ തൊട്ട് ഓഗസ്റ്റ് വരെ. അപ്പൊ കഴിഞ്ഞ 2 ജയിച്ചത്, ഒന്ന് മെസ്സി ലോകകപ്പ് ജയിച്ചതിന് ശേഷം, അത് ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ റോഡ്രി യൂറോ സ്പെയിനിന്റെ കൂടെ ജയിച്ചതിന് ശേഷം. അപ്പൊ ഇത് രണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത 2 തീരുമാനങ്ങൾ. ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ആൾക്കാർ, പക്ഷെ അത് ലോജിക്കലായിട്ട് ആലോചിച്ചാല് ഒരു കൊല്ലം നടക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റില്, അന്താരാഷ്ട്ര ടൂർണമെന്റില് തിളങ്ങിയ ആ ടീമിനെ ജയിപ്പിച്ച കളിക്കാരന് കൊടുക്കണം. അതിലൊരു തെറ്റുമില്ല. ഈ സീസൺ എന്താ വെച്ചാൽ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാല് ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു. അന്താരാഷ്ട്ര ടൂർണമെന്റ് ഒന്നും നടന്നിട്ടില്ല. യൂറോ ലോകകപ്പ് ആ ലെവലിലുള്ള ഒന്നും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും നന്നായി കളിച്ച കളിക്കാരിൽ ഒരാളായിരിക്കണം. അത് ജയിച്ച് വളരെ നല്ല രീതിയിൽ ജയിച്ചു PSG. അപ്പൊ അവരുടെ ഒരു കളിക്കാരനാണ് സാധാരണ കിട്ടുക. അതായത് എല്ലാ കാലത്തും അവാർഡുകൾ ഇപ്പൊ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഓസ്കർ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത് ബെസ്റ്റ് പിക്ചറിൽ അഭിനയിച്ച ആൾക്കായിരിക്കും സാധാരണ. വളരെ അപൂർവമായിട്ട് അത് മാറുന്നുള്ളൂ. അപ്പൊ PSG ആ സീസൺ കഴിഞ്ഞിട്ട് അവിടുന്നുള്ള ഒരു കളിക്കാരനായിരിക്കും കൊടുക്കാന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഈ എല്ലാ ഫുട്ബോൾ അവാർഡിനുള്ള ഒരു പ്രശ്നം, അത് ഭയങ്കര ബയസാണ് ഫോർവേഡ്സിനോട്. ഒരിക്കലും ഒരു മികച്ച ഡിഫൻഡർക്കോ മിഡ്ഫീൽഡർക്ക് പിന്നെയും കൊടുക്കും, ഗോൾ കീപ്പർക്കോ ഡിഫൻഡർക്കോ ഒരിക്കലും കൊടുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ സീസണിലൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കാരണം ഇപ്പം വിനീഷ്യസ് ജൂനിയറിന് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ബെല്ലിംഗ്ഹാം ഒക്കെ ഇതിനകത്തേക്ക് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആർഗ്യുമെന്റ്സ് വന്നിരുന്നു. പിന്നെ മെസ്സിക്ക് കിട്ടിയ സമയത്ത് തന്നെ മെസ്സിയുടെ PSG പെർഫോമൻസ് വളരെ പൂറായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ 37 ഗോളോട് കൂടിയിട്ടാണ് പിന്നെ ഡെംബലെ ഇത് വിൻ ചെയ്യുന്നത്. അതിനൊന്നും ഒരു കോൺട്രവേഴ്സിക്ക് ഇടയില്ല. പക്ഷെ എന്നാൽ പോലും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഫിലോസഫിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സംഗതികൾ നോക്കുമ്പോൾ മറ്റു കളിക്കാരെയും കൂടി എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? ഫുട്ബോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ടീം സ്പോർട്ടാണ്. പക്ഷെ അതില് ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതിപ്പോ ഒരു മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് എപ്പോഴും ഹൈലൈറ്റ്, പ്രത്യേകിച്ച് പത്രപ്രവർത്തനത്തില്. ഇതാണെങ്കിൽ ബാലോണ്ടോർ ആണെങ്കിൽ 100 പത്രപ്രവർത്തകരാണ് ഇപ്പൊ അത് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ കോച്ചസോ, പണ്ട് ഒരു കാലത്ത് 2007-നും 2016-നും ഇടയ്ക്ക് കോച്ചുമാരും കളിക്കാരും കൂടി ഉണ്ടായിരുന്നു ആ പാനലിൽ. ഇപ്പൊ ആദ്യത്തെ ഫിഫ റാങ്കിങ്ങിന്റെ ആദ്യത്തെ 100 രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവിടുന്ന് ഓരോ പത്രപ്രവർത്തകര് വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഈ ആദ്യത്തെ 100 വരുന്നത് ബെനിൻ, ഗ്വാട്ടിമാല, അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഏതൊക്കെ രാജ്യത്ത് ഇവർക്ക് എത്രത്തോളം കളി കാണാൻ പറ്റുന്നുണ്ടെന്നും കൂടി നമുക്കറിയില്ല. ഇപ്പൊ ഒരു ഗ്വാട്ടിമാലയിലുള്ള ഒരാൾക്ക് എല്ലാ ചാമ്പ്യൻസ് ലീഗ് കളിയും കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏഷ്യയിൽ നടക്കുന്ന കളി കാണാൻ പറ്റുന്നുണ്ടോ, ആഫ്രിക്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മാച്ച് കാണാൻ പറ്റും, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ ഈ കൊല്ലത്തെ വോട്ടിംഗ് നോക്കിയാൽ തന്നെ ആഫ്രിക്കയിൽ നിന്ന് തന്നെ ആയിരുന്ന മോസാല ഉഗ്രൻ സീസൺ ആയിരുന്നു കഴിഞ്ഞ. അങ്ങനത്തെ ഒരു സീസൺ
ഇനി എൻ്റെ ജീവിതകാലത്തിൽ നമ്മൾ കാണാൻ പോകുന്നില്ല. പക്ഷെ ആഫ്രിക്കയിൽ നിന്ന് വളരെ കുറച്ച് വോട്ടേ സാലയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അത് എന്തുകൊണ്ട് ഈ എന്താ പറയാ അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള റൈവൽറി ഒക്കെ കാരണം മറ്റേ ആൾക്ക് കൊടുക്കില്ല. ചിലപ്പോൾ ബ്രസീലിയൻ ഒരു അർജന്റീൻ കളിക്കാരന് വോട്ട് കൊടുക്കില്ല, നേരെ തിരിച്ചും. അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ചിലപ്പോൾ ഒരു സ്പെയിനിൽ നിന്നുള്ള ഒരു കളിക്കാരന് കൊടുക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സാലയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ നടന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ 5 വോട്ടിൽ പലരും സാലയ്ക്ക് കൊടുത്തിട്ടില്ല. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ആദ്യത്തെ 5 സാല വരുന്നില്ല എന്നുള്ളത്. ഒരു ഫുട്ബോൾ അനാലിസ്റ്റ് എന്നുള്ളതിൽ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ എക്സ്പോഷർ ഇത്രയുള്ള ഒരാൾ എന്നുള്ളതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ട്രോഫി ഓറിയന്റഡ് ആണ് പലപ്പോഴും ബാലൻഡിയോർ വരുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനല്ല അതിൽ അധികം വരുന്നത്. നമുക്ക് അതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത് ഹാലൻഡിന്റെ പെർഫോമൻസ് തീരെ പരിഗണിച്ചില്ല, മാഞ്ചസ്റ്റർ സിറ്റിയുടെ. അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ അങ്ങനത്തെ, അതായത് ഇപ്പൊ ഒരു ജയിക്കാത്ത ടീമിലുള്ള ഒരാൾക്ക് കൊടുക്കാൻ പാടില്ലേ ബാലൻഡിയോർ? അങ്ങനെ ഒരു റൂളൊന്നും പാടില്ല ശരിക്കും. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ശരിക്കും നിങ്ങൾ ഈ 12 മാസത്തില് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ടുള്ള കളിക്കാരനാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസസ് അവരുടെ ടീമിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ പെർഫോം ചെയ്ത്. ഇപ്പൊ പി എസ് ജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ സീസൺ പി എസ് ജിയുടെ പ്ലെയർ ഓഫ് ദി സീസൺ ഡോണറുമ്മ ആയിരുന്നു. ഡോണറുമ്മ ഇല്ലാതെ ആ ചാമ്പ്യൻസ് ലീഗ് അവർ ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. പക്ഷെ അവരെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച 2 ടീമുകൾ ലിവർപൂളും ആർസണലും ആയിരുന്നു. ആ 2 ടൈസും പി എസ് ജി ജയിക്കാൻ ഏക കാരണം ഡോണറുമ്മയുടെ ഗോൾ കീപ്പിംഗ്. അത്രയും എന്താ അതിശയപ്പെടുത്തുന്ന സേവ്സ് ആയിരുന്നു ശരിക്കും. സാധാരണ ഒരു കളിയിൽ ഒരു ഗോൾ കീപ്പർ 4-5 സേവ് നടത്തേണ്ടത് അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ആ സേവിന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കണം. ആ ഒരു ലെവലിൽ ഒരു ഗോൾ കീപ്പർ പെർഫോം ചെയ്യുക, അതും ടോപ്പ് ടീംസിനെതിരെ, അത് കാരണം തന്നെയാണ് അവർ ജയിച്ചത്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ പി എസ് ജിയുടെ ഒരു കളിക്കാരന് നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഡോണറുമ്മയ്ക്കായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ഗോൾ കീപ്പർക്ക് കൊടുക്കില്ല. ഇതിനകത്ത് ഇപ്പൊ ഇത്തവണത്തെ ബാലൻഡിയോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിലീപിന് നിശ്ചയിക്കുക അങ്ങനെയാണോ? കൺസിസ്റ്റൻസിയുടെ ബേസിസിലായിരുന്നു. ഇപ്പൊ ഡെംബെലയുടെ ഉഗ്രൻ സീസൺ ആയിരുന്നു. പക്ഷെ ആ പെർഫോമൻസ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസത്തില് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അത് എന്താ പറയുക, വേറെ തന്നെ ഒരു ലെവലില് പണ്ട് മെസ്സിയും റൊണാൾഡോ ഒക്കെ കളിച്ചിരുന്ന ആ ഒരു ലെവലില് കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പൊ ലിവർപൂളിനെ ആൻഫീൽഡിൽ തോൽപ്പിക്കാൻ പറ്റി, ആർസണലിനെ തോൽപ്പിച്ചു, ഇന്റർ മിലാനെ നശിപ്പിച്ചു ഫൈനലില്. ഇതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഡെംബെലെ. പക്ഷെ ബാക്കി സീസണിന്റെ ബാക്കി പെർഫോമൻസ്, ആദ്യത്തെ പെർഫോമൻസ് ഒരു ഡിസംബർ വരെയുള്ള പെർഫോമൻസ് വളരെ ആവറേജ് ആയിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നേരത്തെ സാലയുടെ പേരാണ്. സാല കഴിഞ്ഞ സീസൺ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലീഗ് ജയിക്കാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതിലൊരു സംശയം. എന്നുവെച്ചാൽ ഇപ്പൊ വേറെ ഒന്നുമല്ല, കളിക്കാരുടെ ക്വാളിറ്റി മാത്രമല്ല, ലോകത്തെ എല്ലാ നല്ല കോച്ചസും ഇംഗ്ലണ്ടിലേക്കാണ് വരുന്നത്. ഇപ്പോ കഴിഞ്ഞ 17 മാച്ചായിട്ട് തോൽക്കാത്ത ക്രിസ്റ്റൽ പാലസ് പറഞ്ഞ ടീം FA കപ്പില് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു, ഫൈനലിൽ ഇപ്പൊ കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിച്ചു. ഇവര് 17 മാച്ചായിട്ട് തോറ്റിട്ടില്ല. വലിയൊരു ക്ലബ്ബൊന്നും അല്ല ക്രിസ്റ്റൽ പാലസ്. എന്തുകൊണ്ട്? അവര് അത്രയും നല്ല കോച്ച്. ഈ നല്ല കോച്ചസ് ഒക്കെ ഇവിടെയാണ് എത്തുന്നത്. അപ്പൊ ആ ലീഗ് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ലിവർപൂൾ പാട്ടും പാടി ജയിച്ചു കഴിഞ്ഞ സീസൺ. 10 പോയിന്റ് ആയിരുന്നു അവസാനത്തെ മാർജിൻ. ശരിക്കും അത് 15-ൽ മേലെയായിരുന്നു. അവസാനത്തെ 4 കളിക്കാര് ബീച്ചിൽ നിന്നാണ് കളിച്ചത്. അതുകൊണ്ടാണ് മാർജിൻ കുറഞ്ഞത്. പക്ഷെ ആ സീസണില് സാല 29 ഗോളും 18 അസിസ്റ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സീസൺ ഇനി നമ്മൾ കാണാൻ പോകില്ല. 29 ഗോൾ അടിക്കുന്ന ഒരാൾക്ക് സാധാരണ ഒരിക്കലും 18 അസിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. 18 അസിസ്റ്റ് സാധാരണ കൊടുക്കുന്ന ഒരു കളിക്കാരന് ഒരിക്കലും 29 ഗോൾ അടിക്കാനുള്ള കഴിവില്ല. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരു ഫീറ്റാണ് ശരി. ഡെംബെലയെ പറ്റി പറയുമ്പോൾ നമ്മള് എയ്ത്താന വൺ മാച്ചിനെ പറ്റി പറയാൻ തോന്നുന്നു. കാരണം കഴിഞ്ഞ 3 സീസണിലും തുടർച്ചയായിട്ട് ബാലൻഡിയോർ നേടുന്ന വനിതാ താരമാണ്. ആ ഒരു ഡോമിനൻസ് എങ്ങനെയാണ് എയ്ത്താനയ്ക്ക് വരുന്നത്? ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ബാഴ്സലോണ ആണുങ്ങളുടെ ടീം 10-60 കൊല്ലമായിട്ട് ലോകം മുഴുവൻ അറിയുകയാണ്.
സ്ത്രീകളുടെ ടീം കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് വരെ ആരും കേട്ടിട്ടുമില്ല. ആർക്കും ഒരു പ്രാധാന്യം കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു 6-7 കൊല്ലത്തിലാണ് ഇതിനു മുമ്പ് സ്ത്രീകളുടെ ഫുട്ബോളിൽ വലിയ ടീംസ് ഫ്രാൻസിലത്തെ ലിയോൺ, ജർമ്മനിയിൽ വുൾസ്ബർഗ് അങ്ങനത്തെ ടീമുകളൊക്കെയായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ ആർസണൽ, പിന്നീട് ചെൽസി, ഇപ്പൊ കുറച്ചു കാലമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി. ഇവർക്കൊക്കെ നല്ല വനിതാ ടീമുകളുണ്ട്. ഇവര് ബാഴ്സലോണയും റിയൽ മാഡ്രിഡും ഒരിക്കലും ഇത് സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 7-8 കൊല്ലത്തിലാണ് ശരിക്കും അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറിയത്. എന്നിട്ടാണ് ഇവര് ഈ ബോൺമാറ്റിക്ക് മുമ്പ് 2 തവണ ജയിച്ചത് അലക്സിയ പുത്തേയാസ് എന്ന് പറഞ്ഞ അവരുടെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ നമ്പർ 10 ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ 2 കളിക്കാരെ ബാഴ്സലോണയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് സ്പെയിൻ ഇപ്പോഴത്തെ കഴിഞ്ഞ ലോകകപ്പ് ജയിച്ചത്. അപ്പൊ എനിക്ക് ഏറ്റവും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ കൂടി എടുത്തിട്ട് വാച്ച് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളിക്കാരൻ ബോൺമാറ്റിയാണ്. ശരിക്കും എപ്പോഴും നമ്മൾ പറയും നല്ല കളിക്കാർക്ക് ആ സമയവും ആ ഒരു വിഷനും ഉണ്ട് എപ്പോഴും. എവിടെ ഓടി എത്തണം, എവിടെ പാസ് കൊടുക്കണം, ആ ഒരു പ്രത്യേക കഴിവുള്ള ഒരു കളിക്കാരിയാണ് ശരിക്കും. പിന്നെ ഇത്തവണ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് മെനിഞ്ചൈറ്റിസ് ആയിട്ട് കിടന്ന ആളാണ് യൂറോയില് വന്നിട്ട് അവരെ ഫൈനൽ വരെ എത്തിച്ചത്.